ഹായ്, നമ്മളിന്ന് കുറച്ച് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് പരിചയപ്പെടാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇത് പല കളറിലും ഷേപ്പിലും സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ റൗണ്ടിൻ്റെ തന്നെ പല സൈസിലുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലൂ കളറാണ് കാണിച്ചത്, അത് ഐ ഷേപ്പിലാണ്. പിന്നെ ഞാൻ കുന്തൻ സ്റ്റോൺസൊക്കെ വാങ്ങിയാലും ഇതുപോലെ ഹോമിയോ മരുന്നൊക്കെ കിട്ടില്ലേ, ആ ഹോമിയോ മരുന്നൊക്കെ കിട്ടുന്ന കുപ്പിയിലാണ് കേട്ടോ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് വെക്കാറ്. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ പല സൈസിലും ഷേപ്പിലും കളറിലും ഒക്കെ ഉള്ളതുണ്ട്. ഞാൻ പിന്നെ വൈറ്റ് കളറുള്ളത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. മീഷോയിൽ നിന്ന് എനിക്ക് നല്ല വില കുറവിലാണ് കിട്ടിയത്. ഇവിടെയൊക്കെ ഒരു പാക്കറ്റിന് ഷോപ്പിൽ 20 രൂപയാണ് കേട്ടോ. പലയിടത്ത് പല റേറ്റാണ്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഇട്ട് വെക്കാറാണ് കേട്ടോ പതിവ്. ഇതാണെങ്കിൽ താഴെ വീണാലും കുഴപ്പമില്ല, അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ പെറുക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ 20 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന്. ഒരു കുട്ടി ഞാൻ മീഷോയുടെ റിവ്യൂ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഭയങ്കര നഷ്ടമാണ്, അവരുടെ അവിടെയൊക്കെ 10 കിട്ടുകയെന്ന്. ഇവിടെ 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക. സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എനിക്ക് മീഷോന്ന് വാങ്ങിയപ്പോഴും കിട്ടിയത്. പിന്നെ അടുത്തത് സ്റ്റോൺ ചെയിനാണ്. സ്റ്റോൺ ചെയിൻ ഇത് സിൽവർ കളറാണ്. മീറ്ററിന് 30 രൂപയാണ് സിൽവർ കളറിന്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഗോൾഡൻ കളറിനും 30 രൂപയാണ്. പിന്നെ മൾട്ടി കളറായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ കുറച്ച് റേറ്റ് കൂടും, 45 രൂപയാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സിൽവർ കളർ. അതിൽ സ്റ്റോണിനും കളർ ചേഞ്ച് ഉണ്ടാവും. നമുക്കിപ്പോൾ ആ ബേസിനാണ് ഞാൻ സിൽവർ കളർ പറഞ്ഞത്, സ്റ്റോണിൽ വൈറ്റ് കളറാണ്. അതല്ലാതെ പല കളറിലുള്ള സ്റ്റോണും നമുക്ക് അവൈലബിളാണ്. ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്. ഇതിന് ചെറിയ സൈസും അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് മൾട്ടി കളർ സ്റ്റോൺ ചെയിൻ ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഷൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പല പല കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അങ്ങനെയാണ് കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ അതിന് റേറ്റും കൂടുതലാണ്. ഇത്തിരി വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. 45 രൂപയാണ് ഒരു മീറ്ററിന്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ബേസ് വന്നിട്ട് ഗോൾഡൻ ആണേ. അപ്പോൾ 3 സ്റ്റോൺ ചെയിനാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ 3 എണ്ണമാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ജുംക്ക ബേസാണ്. നമുക്ക് ജിമിക്കി കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബേസാണ്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ സംഭവം. ഒരു പാക്കറ്റിന് 10 രൂപയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാവുമെന്ന്. ശരിക്കും ഞാനങ്ങനെ എണ്ണിയിട്ടില്ല, 10 എണ്ണമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ സർദോസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യില്ലേ, അങ്ങനത്തെ വർക്കിനൊക്കെ യൂസ് ചെയ്യണം. ഇതൊരു ടൈപ്പ് സ്പ്രിങ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ ഇതായി വരും. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റില്ല. വലിക്കാതെ നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫ്രെയിം ഇല്ലാത്ത സ്റ്റോൺസിനൊക്കെ ആണെങ്കിൽ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ്, വയറാണ് ഇത്. സർദോസി എന്നാണ് പേര്. അപ്പോൾ ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല റേറ്റ് ചാർജ് ചെയ്യാറുണ്ട്, മറ്റേ ബ്ലൗസിനൊക്കെ വർക്ക് ചെയ്യില്ലേ അത്. പിന്നെ അടുത്തത് വന്നിട്ട് ജംറിങ് ആണ്. ഇത് സിൽവർ കളറാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ 2 സാധനങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ആ ഒരു ഐ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനാണ് കേട്ടോ ഐപ്പിന്നല്ല ജംറിങ്ങൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഗോൾഡൻ കളറാണ്. ഈ ജംറിങ്ങും അതേ പല സൈസിൽ അവൈലബിൾ ആണ്. ഞാൻ അതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് ആക്രിലിക് പെയിൻ്റ് ഇല്ലേ, അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് സ്റ്റഡ് ബേസ് ആണ്. സ്റ്റഡ് ബേസ് ഇത് കുറച്ച് വലുപ്പമുള്ളതാണ്. ഇത് ഗോൾഡൻ കളറാണ്. ഇതിൻ്റെയും പല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം കണ്ടില്ലേ, അതും പല സൈസിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് സിൽവറാണ്. കണ്ടോ, ഒന്നും കൂടെ സൈസ് കുറവല്ലേ. അപ്പോൾ ഞാൻ 3 ടൈപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഗോൾഡൻ തന്നെ 2 ടൈപ്പ്. കണ്ടോ, ഗോൾഡനിൽ ആ സൈസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അതുപോലെ തന്നെ സിൽവറിലും ഉണ്ട് കേട്ടോ ഒരെണ്ണം. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് വാങ്ങുകയായിരിക്കും നല്ലത്. കാരണം ഏതൊരു കമ്മലിന് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും വലിയ കമ്മലായിരിക്കില്ലല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഐപ്പിന്നിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഐ പോലെ ഉണ്ടാവും, ഒരു റൗണ്ട് ഷേപ്പ് കണ്ടോ. ഇത് ഹെഡ് പിന്നാണ്. ഹെഡ് പിന്നിൻ്റെ അറ്റം ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. അപ്പോൾ ഐപ്പിന് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാൻ, ഇപ്പോൾ കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റഡും അതുപോലെ ഹാങ്ങിങ്ങും തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഐപ്പിൻ യൂസ് ചെയ്യുക. ഹെഡ് പിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ മുത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അറ്റം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ ഹെഡ് പിൻ യൂസ് ചെയ്യുക. ഇത് വന്നിട്ട് ഫ്യൂസ് വയറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാങ്ങിങ് ബീഡ്സൊക്കെ ഇല്ലേ, കണ്ടോ ഹാങ്ങിങ് ബീഡിൻ്റെ അറ്റത്തൊരു സംഭവം കണ്ടോ ഗോൾഡൻ.
അപ്പോൾ ഈ ഹാങ്ങിങ് ബീഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്യൂസ് വയർ. അപ്പോൾ ഈ ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുഞ്ഞ് ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ബീഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ ഹാങ്ങിങ് ബീഡ്സ് റെഡിയാവും. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഹാങ്ങിങ് ബീഡാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും കളറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓരോ വർക്കൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്നതൊക്കെ ഞാൻ ഒരേ പാക്കറ്റിലാക്കി വെച്ചതാണ് അത്. അപ്പോൾ ഇതും പാക്കറ്റിന് 10 രൂപയ്ക്കൊക്കെ എനിക്ക് ആദ്യം കിട്ടിയിരുന്നേ. പിന്നെ ഇപ്പോൾ ഒരെണ്ണത്തിന് 2 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിട്ടണം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ക്രിസ്റ്റൽ ബീഡാണ്. ഇതിന് ഒരു പാക്കറ്റിന് ഈ ഒരു ടൈപ്പിന് ഒരു പാക്കറ്റിന് 40 രൂപയാണ്. ഇതിൻ്റെ തന്നെ വേറെ ഒന്നുണ്ട് കണ്ടോ, ഈ റെഡ്, ഇതിനൊക്കെ 15 രൂപയുള്ളൂ. അത് എന്താണാവോ എനിക്ക് ബ്ലൂ കളർ 40 രൂപയായത്. എനിക്ക് തോന്നുന്നു അതിനൊന്നും കൂടെ ഭയങ്കര ഷൈൻ ഉണ്ട്, മേ ബി അതായിരിക്കും. പിന്നെ അതിങ്ങനെ മാല പോലെ കോർത്തിട്ടാണ്. ഇതൊക്കെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ബീഡ്സ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്യൂസ് വയറിലൊക്കെ ചുറ്റിയിട്ട് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടാക്കാം, അതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് ബോൾ ചെയിനാണ്. ഇത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഇതും അതേ പല സൈസിൽ കിട്ടും കേട്ടോ. ഞാൻ ഈ ഒരു സൈസിലുള്ളതാണ് വാങ്ങിയത്. ഇതെനിക്ക് 8 രൂപ കേട്ടോ മീറ്ററിന്. അപ്പോൾ ഇങ്ങനെ ബോളായിട്ട് കിടക്കും. ഈ ബോൾസ് തന്നെ പല സൈസിലുള്ളതുണ്ട്, നമുക്ക് ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട്. ഞാൻ ഏറ്റവും ചെറുതാണ് തോന്നുന്നു വാങ്ങിയത്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഗുങ്കുരു ബീഡ്സാണ്. ഇതും പല കളറിൽ അവൈലബിൾ ആണ്. നമ്മൾ യൂഷ്വലി വൈറ്റ് കളറാണല്ലോ എല്ലായിടത്തും കാണാറ്. അപ്പോൾ ഞാൻ ഇന്നാൾ ഷോപ്പിൽ പോയപ്പോഴാണ് ഈ പല കളറിലുള്ളത് കണ്ടത്. അപ്പോൾ ഒരു ഗ്രീനും ഗോൾഡനും വാങ്ങി. ഇതാണ് കേട്ടോ വൈറ്റ് കളറ്. അപ്പോൾ ഇതും ഫ്യൂസ് വയറിൽ അവരിങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കമ്മലിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയതാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഒരു പാക്കറ്റിന് 30 രൂപയാണ്. കണ്ടോ, ഈ കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പം അങ്ങനെ ഗുങ്ക്രൂസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് ഇത് വന്നിട്ട് ഫ്രെയിം ഇല്ലാത്ത സ്റ്റോൺസാണ്. വലിയ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു പാക്കറ്റിന് 15 രൂപയാണ്. അപ്പം ഇതുപോലെ വലിയ സ്റ്റോൺസൊക്കെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് ഇയറിംഗ് ഹൂപ്സാണ്. നമുക്കിപ്പോൾ റിങ് കമ്മലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇത് ഭയങ്കര ചീപ്പ്, ഒരു പാക്കറ്റിന് 8 രൂപ എന്തോ ആണ്. അപ്പോൾ 6 എണ്ണമൊക്കെ ഉണ്ട് കണ്ടോ. ഇതുപോലെ അകത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെറുതെ ബീഡ്സ് ഇട്ട് വേണമെങ്കിലും ഇടാം. അതുപോലെ വേറെ എന്തെങ്കിലും രീതിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഗിയർ വയറാണ്. എൻ്റെ കയ്യിലുള്ള ഗിയർ വയർ തീരാറായി. അപ്പോൾ ഇതൊരു ഇത്തിരിയും കൂടെ ബാക്കിയുള്ളതാണ്. ഗോൾഡൻ കളറാണ്. നമ്മൾ ഈ ഇൻവിസിബിൾ ചെയിനൊക്കെ ഉണ്ടാക്കില്ല, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു പ്ലയർ മാത്രമാണ് ഉള്ളത്. ഞാൻ ഇത് വെച്ച് എല്ലാം ചെയ്യാറ്. അപ്പോൾ ഈ പ്ലയർ വെച്ച് നമുക്ക് എന്തെങ്കിലും ഗിയർ ലോക്കൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി നടുക്കിലൊരു ഭാഗം കണ്ടോ, അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഐപ്പിനാണെങ്കിലും വയറൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, ആ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പ്ലയറിനൊക്കെ ഒരു 100ൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. എനിക്ക് 140 തോന്നുന്നു ഇവിടെ ആയത്. കുറച്ച് കാലമായി വാങ്ങിയിട്ട്. അപ്പോൾ പ്ലയറിന് പല റേറ്റ്സാണ്. നിങ്ങളുടെ അവിടെ എത്രയാണെന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും ഒക്കെ പറ്റും. ആകെ ഈ ഒരു പ്ലയർ തന്നെ മതി കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമുക്ക് പല ടൈപ്പ് പ്ലയറും അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് ഈ ഒരു പ്ലയർ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ബീഡ്സാണ് കേട്ടോ. ഇത് പേൾസാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. 6 സൈസ് എന്തോ ഉള്ളൊരു സെറ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ പല പല സൈസിലുള്ള ബീഡ്സ് നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെയിൻറ്റ് പോകണതോ അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ പാക്കറ്റിന് 10 രൂപയോ 15 രൂപയ്ക്കൊക്കെ വാങ്ങിയത് പെട്ടെന്ന് പെയിൻറ്റൊക്കെ പോയിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗമ്മ് B7000 ആണ്. ഇതും പല സൈസിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുതിന് 45 രൂപയാണ്, വലുതിന് 55. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. പിന്നെ ഞാൻ കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ കത്രികയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ കുഞ്ഞു കത്രികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർണേഴ്സൊക്കെ നല്ല പ്രിസൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും OHP ഷീറ്റിൻ്റെ.
അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അങ്ങനെ നീറ്റായിട്ട് കട്ട് ചെയ്യണേന്ന്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാറ്. ഞാൻ ഉരുക്കി കൊടുക്കാറൊന്നുമില്ല. പിന്നെ മെയിനായിട്ടുള്ള സാധനമാണ് ജ്വല്ലറി മേക്കിങ്ങിൽ. ഇത് OHP ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു വൈറ്റ് കളർ ഒരു ഷീറ്റ്, അത് അതിൻ്റെ ഒപ്പം തന്നെ കിട്ടണതാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ട് ഈ ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ട് കമ്മലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.